തവണയും തലസ്ഥാനത്ത് വിജയക്കൊടി പാറിച്ച് ശശി തരൂർ ന്യൂനപക്ഷ വോട്ടുകളും തീരദേശ വോട്ടുകളും പതിവ് പോലെ തരൂരിനെ പിന്തുണച്ചു. നഗരത്തിലെ ബിജെപി മുന്നേറ്റത്തെ അവസാനത്തെ റൗണ്ടുകളിലാണ് തരൂർ മറികടന്നത്. 2014 തനിയാവർത്തനം. കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ കുതിച്ചു മുന്നേറി ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. തരൂർ ക്യാമ്പ് ഒന്ന് ഭയന്നു. പക്ഷേ പതിവ് പോലെ 9ാം റൗണ്ട് മുതൽ തരൂരിനെ തീരദേശം തൊട്ടു തുടങ്ങി. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര, പാറശാല എന്നിവിടങ്ങളിൽ തരൂരിന് വലിയ ഭൂരിപക്ഷം ലഭിച്ചു. നെയ്യാറ്റിൻകരയിൽ 22,000 തരൂരിന്റെ ഭൂരിപക്ഷം. കോവളത്ത് 16,000 തരൂർ ഭൂരിപക്ഷം നേടി. പാറശാലയിലും തരൂരിന്റെ ഭൂരിപക്ഷം 10,000 കടന്നു. ഇടതു സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് പാറശാലയിൽ മാത്രമാണ് രണ്ടാമത് എത്താനായത്. ബാക്കി എല്ലായിടത്തും രാജീവ് ചന്ദ്രശേഖരനാണ് 2ാം സ്ഥാനത്ത്. നഗരത്തിലെ കോൺഗ്രസ് വോട്ടുകളിൽ ബി.ജെ.പിക്ക് കടന്നുകയറാനായി. പക്ഷേ തരൂർ തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങൾ കൊണ്ട് ഇത് മറികടന്നു. ക്രിക്കറ്റിൻ്റെ T20 വേൾഡ് കപ്പ് വെസ്റ്റ് ഇൻഡീസും അമേരിക്കയിലും ആണ്. പക്ഷേ സൂപ്പർ ഓവർ ഇവിടെ തിരുവനന്തപുരത്താണ് നടന്നത്. പക്ഷേ അവസാനത്തിൽ വിജയം ഞങ്ങളുടെ ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നന്ദിയാണ് നമ്മളുടെ അനന്തപുരിയുടെ വോട്ടർമാർ. അവരെല്ലാവരും എനിക്ക് വേണ്ടി അവർ ഈ 4 തവണ നൽകിയ വിശ്വാസം വീണ്ടും തന്നു. ഞാൻ അതിനെ കാത്തു സൂക്ഷിക്കും. അവരുടെ ഓരോരോ പ്രതീക്ഷയും ഞാൻ പൂർത്തിയാക്കാൻ ശ്രമിക്കും. എൻ്റെ എതിരാളികൾ രാജീവ് ചന്ദ്രശേഖരും പിന്നെ പന്ന്യൻ രവീന്ദ്രനും നല്ലൊരു പോരാട്ടം നടത്തി. ഇതൊരു എക്സലൻറ്റ് മത്സരമായിരുന്നു. ഇനി നമ്മളെല്ലാവരും മര്യാദയോടെ ജനാധിപത്യ വിശ്വാസികളായിട്ട് മുന്നോട്ട് പോട്ടെ. നമ്മുടെ തിരുവനന്തപുരത്തെ നന്നാക്കാൻ എല്ലാവരും സഹകരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. രാജീവ് ചന്ദ്രശേഖർ വ്യാപകമായി പണമൊഴുക്കിയതും വിജയത്തിലേക്ക് എന്ന വാർത്തകൾ പരന്നതും തരൂർ മുതലാക്കി. മതേതര വോട്ടുകൾ പതിവ് പോലെ തരൂരിൽ കേന്ദ്രീകരിച്ചു. ഇത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും വോട്ട് കുറയുന്നതിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസിന്റെയും UDFന്റെയും വിജയമല്ല, ശശി തരൂരിന്റെ സ്ട്രാറ്റജി 4ാം തവണയും വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. നഗരത്തിലെ ബി.ജെ.പിയുടെ മുന്നേറ്റത്തെ തീരദേശം കൊണ്ട് മറികടക്കാൻ ശശി തരൂരിനായി. ക്യാമറമാൻ അജിത് കാരോടിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്.